ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. എന്ന് സാധാരണ നമ്മൾ കഴിക്കുന്ന ബീഫ് ഫ്രൈ റെസിപ്പിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബീഫ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തന്നെ ഈ ഒരു റെസിപ്പിയും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. പിന്നെ സ്പൈസിനെസ്സിൻ്റെ ലെവലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഞാനൊരു മീഡിയം സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു കുക്കർ ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ കുക്കറാണെന്നുണ്ടെങ്കിൽ ചെറിയ കുക്കറിൽ എടുത്താൽ മതി. അപ്പം ഇതിലേക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ മസാല അത്യാവശ്യം എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തിരുമിയ ശേഷം ഇതിലേക്കൊരു 1/4 കപ്പിൽ താഴെ വെള്ളം ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അടിക്ക് പിടിക്കുമെന്ന് ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഇത് എന്നിട്ട് ഒരു 5 വിസിൽ വരെ കേൾക്കത്തക്ക രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ട് അത് ആണെങ്കിൽ ആറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്കാണെങ്കിൽ പുരട്ടി വെക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു 2 ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഈ ബീഫ് ഫ്രൈക്ക് ഒരു നല്ല ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ 2-3 പ്രാവശ്യം ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കണക്കൊക്കെ ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനതിവിടെ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എരി വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടാം, എരി വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് പെപ്പർ പൗഡർ, അല്പം പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാല, ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ പെരുംജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടാലും ഇതിന് നല്ല ടേസ്റ്റ് കൂട്ടും. ഇനി നമുക്ക് ഇതിലേക്കാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ആണെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒത്തിരി വാട്ടറി ആവരുത്, കാരണം ബീഫിലൊക്കെ മസാല പെരണ്ടിരിക്കത്തക്ക രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പം എല്ലായിടത്തും ബീഫിൻ്റെ എല്ലായിടത്തും ആണെങ്കിൽ ഈ മസാല എത്തണം. അപ്പം ഒത്തിരി വാട്ടറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ചിരിക്കാൻ കുറച്ച് താമസിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബീഫിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലയിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, കാരണം ഇവിടെ മക്കളൊക്കെ കളിക്കുന്നത് കൊണ്ട് ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഇനി ഇതിലേക്കാണ് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മളിത് ഒരു 1/2 മണിക്കൂർ അടച്ചു മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ മസാല ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതിനുശേഷം വേണം നമുക്ക് ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ, 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫ്ലെയിം ആണെങ്കിലും നമ്മളെപ്പോഴും ഹൈയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ബീഫ് ആഡ് ചെയ്ത ശേഷം നമ്മളത് ലോയിലേക്കൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് ഫ്രൈ ആവാൻ കുറച്ചൊരു സമയം വേണ്ടി വരും. എന്നാലും എന്താ പറയുന്നത്, മറ്റു റെസിപ്പീസ് വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ആയി വരുന്നുണ്ട്. പിന്നെ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച ശേഷമാണല്ലോ ഇത് എണ്ണയിലേക്ക് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. പിന്നെ ഇതിൻ്റെ കളറൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മളതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ടാണ് ഇത്ര ഒരു റെഡ് കളർ അതിന് വരുന്നത്. അപ്പോൾ ഒരു ആദ്യം ഇട്ട ശേഷമാണെങ്കിൽ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, തിരിച്ചു മറിച്ചു വിടണം. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ, നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനാണ്. ഇനി വെറുതെ കഴിക്കാനാണെങ്കിൽ പോലും ഇതിന് നല്ല ടേസ്റ്റാണ്. ബീഫ് ഏകദേശം ഒരു 80% ആയ സമയത്ത് നമുക്ക് ഇതിലേക്കാണെങ്കിൽ കറിവേപ്പിലയും അതുപോലെ തന്നെയാണെങ്കിൽ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിൽ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ഒരു നല്ലൊരു മണമാണെങ്കിൽ നമ്മുടെ ബീഫിന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൂട്ടുകയും ചെയ്യും. അപ്പം കണ്ടോ, ബീഫൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിലാണെങ്കിൽ കോരിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഏകദേശം ഒരു 80% ആവുന്ന സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ആദ്യമേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീഫിനാണെങ്കിൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബീഫ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. കേട്ടോ, നിങ്ങൾ കോരി എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഒരു ക്രിസ്പി രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് അത്ര ക്രിസ്പിനെസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ടേസ്റ്റ് തോന്നിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോഴാണ്. അപ്പോൾ അതാ നമ്മൾ എണ്ണയിൽ നിന്നൊക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്, വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ അല്പം മസാല ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്പം മസാല, ഗരം മസാല ഇവ ചേർത്ത് നന്നായി വഴറ്റി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസാല വേണം എന്നുള്ളവർക്ക്. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പം എല്ലാവർക്കും ആണെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ എന്നും തയ്യാറാക്കുന്ന ബീഫിൻ്റെ റെസിപ്പിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.